രാവിലെ തന്നെ തേങ്ങ ചെന്നാനൊക്കെ ഭയങ്കര മടിയാണ് എനിക്ക്. അപ്പോൾ ഈ കിടക്കണേന് മുന്നേ ഇതൊക്കെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പണി എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഒരു തേങ്ങ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്, അത് അങ്ങോട്ട് ഫുള്ളായിട്ടുണ്ട് ചെരണ്ട വയ്ക്കുക. പിന്നെ നമ്മുടെ കോക്കനട്ട് സ്ക്രാപ്പർ ഉള്ളതുകൊണ്ട് തേങ്ങ ചെണ്ടാനൊക്കെ എളുപ്പമാണ്. എങ്കിൽ രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ തന്നെ ഈ തേങ്ങ ചെണ്ടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ് കേട്ടോ. രാവിലെ തന്നെ കടലക്കറിയിൽ തേങ്ങ വേണം, പിന്നെ മീൻകറി വെക്കണതിൽ തേങ്ങ വേണം. അതുകൊണ്ട് നമുക്ക് തേങ്ങയുടെ പണി എന്തായാലും രാവിലെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം ഫുള്ളായിട്ട് അങ്ങോട്ട് ചെണ്ടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അത് അങ്ങോട്ട് വറുത്തരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ നോക്കിയപ്പോൾ എന്താടാ ആദ്യം അരി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, എന്നാൽ അതങ്ങോട്ട് പൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാ. ഇതിൻ്റെ രണ്ടറ്റത്തും നൂലുണ്ടല്ലോ, അത് ചില സമയത്ത് വലിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വലിഞ്ഞങ്ങോട്ട് പോരും കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല, ധൃതി പിടിച്ച് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് കൊണ്ടാണോ എന്ന് അറിയാൻ പാടില്ല. ഇത് വലിച്ചിട്ട് പോകുന്നില്ല, ഞാൻ കത്രയും കൂടെ ഒന്ന് വെട്ടി നോക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വലിച്ചു നോക്കിയപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നുട്ടെ. ചില സമയത്ത് ഇങ്ങനെയും പോരൂല, പിന്നെ ഞാൻ നടുക്ക കോടെ അങ്ങോട്ട് മുറിക്കേണ്ടി വരും കേട്ടോ. ഇതിപ്പോൾ എന്താണെന്ന് അറിയാൻ പാടില്ല, കട്ട് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് പോന്നു, ആ പണി അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി വേറൊരു പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് അരി കൊണ്ടു നോക്കിയിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടി സവാള കട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ നാളത്തേക്ക് കുറച്ച് സവാളയുടെ ആവശ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം സവാള കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടപ്പോഴേ പല കമൻറ്റുകളും കണ്ടു കേട്ടോ. അത് ഒരുപാട് ദിവസം വയ്ക്കാൻ പാടില്ല, പിന്നെ ആവശ്യത്തിൻ്റെ അടുത്ത് കട്ട് ചെയ്താൽ പോരെ എന്നൊക്കെ. പക്ഷേ നമ്മൾ ഈ ചോപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ ഒരു സവാള രണ്ട് സവാളയായിട്ട് എന്തായാലും നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എടുക്കുമ്പോൾ ഒരു 3-4 സവാള എന്തായാലും എടുക്കും. അത് ഇത് ചെയ്യണവർക്ക് അറിയാം എങ്ങനെയാണെന്നുള്ളത്, നമുക്ക് പറയാൻ എളുപ്പമാണ്. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ എന്തായാലും ഒരു സവാളയായിട്ട് അതിൽ ചെയ്യൂല, 2-3 സവാള, ഒരു 3-4 സവാള ഒന്നിച്ചിട്ടേ ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളിനേക്കാളും കൂടുതൽ സവാളയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് സവാള പെട്ടെന്ന് തീരും. ചെറിയുള്ളി ഞാൻ എടുക്കാറില്ല, അതുകൊണ്ട് സവാള പെട്ടെന്ന് അങ്ങോട്ട് തീരും. അതുകൊണ്ട് ഒരു 1-2 ദിവസം എനിക്ക് കഷ്ടി അങ്ങോട്ട് കിട്ടിയാലേ ഉള്ളൂ. അപ്പോൾ അതേ എൻ്റെ സവാള കട്ടയിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നാളത്തേക്കും മറ്റന്നാളത്തേക്കുള്ള സവാള ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പണികൾ എളുപ്പമാവും എന്നുള്ളതാണ് നാളെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ.